മഹൽ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. എനിക്കാണെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ഒരു ക്ലാസ്മേറ്റ് എന്ന നിലയിൽ കൂടി, ഒരു ശരീക്ക് എന്ന നിലയിൽ കൂടി അദ്ദേഹത്തിന്റെ മദ്ഹുകൾ ഒരുപാട് പറയാനുണ്ട്. ഞാൻ വളരെ ചുരുക്കി പറയാൻ, 1972-73 കാലഘട്ടത്തിൽ ഞങ്ങൾ ബാക്കിയാത്തിൽ പഠിക്കുമ്പോൾ ഒരേ ക്ലാസ്സിൽ ഒരേ ഉസ്താദിന്റെ അടുക്കൽ ഞങ്ങൾ പഠിക്കുന്നു. ആ കൂട്ടത്തിൽ വളരെ ചുരുക്കി പറയുകയാണ് അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ ഫളുബരി ഹദ്റത്ത്, കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഫളുബരി ഹദ്റത്ത് ഒരു ബഹറുൽ ഉലൂമാണ്. വാസ്തവത്തിൽ ഞാൻ എപ്പോഴും എന്റെ സമകാലീനരോടും എന്റെ ശിഷ്യന്മാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ദർശെടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, എനിക്ക് അല്ലാഹു ചെയ്തൊരു നിഅമത്തിൽ ഒരു വലിയ നിഅമത്തായി കൂട്ടുന്നത് 2 ബഹറിൽ എനിക്ക് മുങ്ങാൻ അല്ലാഹു ഒരു അവസരം നൽകി. ആ കിട്ടിയ സമയം മുഴുവനും തിരമാലകളെ വകവെക്കാതെ കൊണ്ട് ഞാൻ അതിലിറങ്ങി അത് കുടിച്ചുകൊണ്ടിരുന്നു. അതൊന്ന് ഫളുബരി ഹദ്റത്ത്, ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന ഫളുബരി ഹദ്റത്തും, ഒന്ന് ബഹുമാനപ്പെട്ട ശിഹാസൻ ഹദ്റത്ത് റഹ്മഹുല്ലാഹ്, അവർ രണ്ടുപേരും ആ 2 ബഹറിലൊന്ന് മുങ്ങാനും ആ ദീർഘമായ ആ 3 വർഷം സമ്പൂർണമായതിൽ കൂടി അവരോടൊപ്പം കഴിഞ്ഞുകൂടി ക്ലാസ്സിലും ഹാജി സബക്കുമായിട്ട് ഒരുപാട് അറിവുകൾ സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചു. ആ കൂട്ടത്തിൽ നമ്മുടെ സഹപാഠി ആണല്ലേ, ഫളുബരി ഉസ്താദിന്റെ ആണ്ടാണ്. എനിക്ക് എപ്പോഴും വാസ്തവത്തിൽ ഞാൻ ഈ അടുത്ത് എന്റെ അടുക്കൽ 2 മുത്താലിമികൾ വന്നപ്പോ പറയുകയുണ്ടായി, മക്കളെ ഞാൻ സഞ്ചാൻ പഠിക്കുമ്പോ എല്ലാവരും പറയും, ഞാൻ ചോദിച്ചവരോട് തസദ്ദയുടെ അസലെന്താ, തസദ്ദ എന്നാണ്. എന്താ അസല് മക്കളെ? ഈ അസല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഓരോ അർത്ഥങ്ങൾ പറയും, അതൊക്കെ ഇപ്പോഴൊന്നും പറയാൻ സമയമല്ല. അപ്പൊ ഞാൻ പറയും, വാസ്തവം ഞാനും നിങ്ങളെപ്പോലെ ഇതേപോലെയൊക്കെ ചില വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിച്ചുകൊണ്ട് പോയതാണ്. ബഹുമാനപ്പെട്ട ഫളുബരി ഹദ്റത്തിന്റെ അടുക്കൽ ചെന്നപ്പോഴാണ് വാസ്തവത്തിൽ ഞാനൊരു ജാഹിലാണ്, ഡിഗ്രി എടുക്കാൻ പോയി ഞാൻ ജാഹിലാണെന്ന് മനസ്സിലാക്കിയത്. കാരണം മഹാനവറുകൾ ഈ അസ്ല് എന്ന് പറഞ്ഞതിന്റെ എന്താണ് അതിന്റെ താരീഫ് പറഞ്ഞു വന്നപ്പോഴാണ് അസ്ല് എന്താണെന്ന് മനസ്സിലായി. എന്ന് പറയുന്നത് പോലെ ഒരുപാട് ഇപ്പൊ ബഹുമാനപ്പെട്ടവരും വഫാത്തായ ദിവസമാണ്. അപ്പോൾ എന്തുകൊണ്ട് അനുസ്മരിക്കാൻ പറ്റിയാണ് അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഫളുബരി ഹദ്റത്ത്. അതാണ് ഞാൻ പറഞ്ഞ വിഷയം. നമ്മളെ വലിയപുരുഷന്റെ കഴിവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതായത് കിതാബുകൾ എടുത്തു വച്ചിട്ട്, കിതാബ് മുമ്പിൽ വെച്ചിട്ട് ആ കിതാബിലുള്ള ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് വിമർശിക്കാൻ കഴിവുള്ള ആളുകൾ വളരെ കുറഞ്ഞ പണ്ഡിതന്മാരാണ് കാരണം ഉള്ളത്. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഫളുബരി ഹദ്റത്ത്. ഫളുബരി ഹദ്റത്തിന്റെ മോൻ അൻവർ അബ്ദുള്ള അന്ന് ബാക്കിയാത്തിൽ കൊച്ചുകുട്ടി ഒരു 5ാം ക്ലാസ്സിലാണ്ട് പഠിക്കുക. ആ പഠിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഫളുബരി ഹദ്റത്ത് ഈ AP മുസ്ലിയാർ മുഹമ്മദ് മുസ്ലിയാരെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ ഓനവന് അൽഫിയ കൊടുക്കും. അപ്പൊ ഞങ്ങൾ പറയുകയുണ്ടായി, ഇദ്ദേഹത്തിന്റെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് മൂപ്പന് അംഗീകരിച്ചിരിക്കുന്ന തെളിവാണ് തന്റെ മകനെ അൽഫിയ ഓതി കൊടുക്കാൻ ഇവിടെ ഈ കണ്ട ആളുകളൊക്കെ ഉണ്ടായിട്ട് 113ഓളം പേരെന്നുള്ളതിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് AP മുഹമ്മദ് മുസ്ലിയാർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കി. അങ്ങനത്തെ എല്ലാ നിലയിൽ കൂടി അവസാനമായി എനിക്ക് ഒരുപാട് അദ്ദേഹത്തിന്റെ മദ്ഹുകൾ പറയാനുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച് അവിടെ ഒരുപാട് കാര്യങ്ങൾ ലാസ്റ്റ് മോഡൽ പാർലമെന്റ് എന്ന് പറയുന്ന ഒരു വിഷയം അവിടെ തുടങ്ങി വെച്ചു. മോഡൽ പാർലമെന്റ് രൂപീകരിച്ചു. ഈ മോഡൽ പാർലമെന്റ് രൂപീകരിക്കുന്നതിന് കാരണക്കാരി ഇവരെ പോലെയുള്ള കുറെ ആളുകൾ വാക്യാത്തിൽ വന്നപ്പോഴാണ്. അങ്ങനെ മോഡൽ പാർലമെന്റ് വന്നപ്പോൾ ഞങ്ങളുടെ ആ പാർലമെന്റിന്റെ പ്രധാനമന്ത്രി ഇദ്ദേഹമായിരുന്നു, AP മുഹമ്മദ് മുസ്ലിയാർ. ഞാൻ അതിലൊരു മന്ത്രിയാണ്, തഫ്സീർ മന്ത്രിയായിട്ട് എന്നെയും എടുത്തു. അപ്പൊ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കാനുള്ള കുറെ അവസരങ്ങളായി. ഈ മന്ത്രിമാരെന്നൽ കൂടിയൽ അങ്ങനെ പല നിലയിൽ കൂടിയും ബഹുമാനപ്പെട്ടവരുടെ അടുക്കുകയും അദ്ദേഹത്തിന്റെ കഴിവുകൾ വളരെ അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞേകിയ അറിവുകൾ കിട്ടിയ ഒരു വ്യക്തിത്വമായിരുന്നു. ഇതേപോലെ തന്നെ ഒരു വിഷയം
ആദർശപരമായ കാര്യത്തിൽ അദ്ദേഹം വിദഈ പ്രസ്ഥാനക്കാരുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ സവിസ്തരം അവിടെ പറയുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്ന് വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ തഫ്സീർ വന്നത് എന്റെ മുമ്പിലേക്കാണ് ആ ചോദ്യം വന്നത്. ആ ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ വേണ്ടി ഞാൻ പ്രധാനമന്ത്രിയുമായിട്ട് സമീപിച്ചു. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് അപ്പൊ ഇന്ന വശങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് പറഞ്ഞത്. ഇങ്ങനെ ഒരുപാട് കഴിവുകൾ അള്ളാഹുവിന് നൽകിയ ഒരു മഹാവ്യക്തിയാണ് ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ. നമ്മൾ പിന്നെ കൊച്ചി AP അദ്ദേഹത്തിന്റെ രാജ്യം പിന്നീട് ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് കരുവമ്പയിൽ മുഹമ്മദ് മുസ്ലിയാർ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ബാക്കിയത്തെ പറഞ്ഞ ശേഷമായി വഴിയിൽ വെച്ചൊക്കെ പല സ്ഥലത്തും ചിലപ്പോൾ ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെ വെച്ച് കാണാറുണ്ടായി. 2 വർഷത്തിന് മുമ്പ് ഞാനും അബ്ദുൽ മജീദ് മുസ്ലിയാരും കൂടി മർക്കസിൽ പോയിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനാണ് മുഹ്താർ ഹദ്രത്തിലേക്കാണ്. ഞാൻ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, ശരിക്കുണ്ട് AP മുഹമ്മദ് മുസ്ലിയാർ. 2 പേരും കൂടി നിയത്താക്കി അവിടെ ചെന്ന് മുഹ്താർ ഹദ്രത്തിനെ ഞങ്ങളെ സ്വീകരിച്ചു. എല്ലാവരും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ശരീക്കുണ്ട് ഇവിടെ. ഉടനെ തന്നെ മൂപ്പര് ഫോൺ ചെയ്തിട്ട് പറഞ്ഞതാ നിങ്ങളുടെ ഒരു ശരീക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഇന്ന ആളറിയോ. അപ്പൊ തന്നെ പറഞ്ഞപ്പോഴേ പേര് പറഞ്ഞപ്പോഴറിയാം, വടുതല എന്നും പറഞ്ഞതിന്റെ പേരും പറഞ്ഞപ്പോ അപ്പം തന്നെ മനസ്സിലായി. ഇവിടെ ഞാൻ ഇല്ലാതെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് ഫോണിൽ എന്നോട് തന്ന് ഫോണിൽ ഞങ്ങൾ നമ്മൾ സംസാരിക്കുകയും അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ വളരെയധികം കഴിവിട്ട് ഈ പ്രശംസയ്ക്ക് വളരെ അർഹനായ ഒരു വ്യക്തിത്വത്തിനാണ് ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ. എനിക്ക് അദ്ദേഹത്തെ പറ്റിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ എനിക്ക് തിരക്കുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാരാവുന്ന കൊച്ചി AP എന്നറിയപ്പെടുന്ന അദ്ദേഹം ആ വലിയ APയോട് സമാനമായി കഴിഞ്ഞുകൂടാൻ പിന്നെ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും വിയോഗം നമുക്ക് മൗത്തുൽ ആലിമി മൗത്തുൽ ആലം എന്ന് പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള പണ്ഡിത മഹത്വങ്ങൾ നമ്മളിൽ നിന്ന് വേറെ പിരിഞ്ഞു പോകുന്നത് നമ്മുടെ സമുദായത്തിലുണ്ടാവുന്ന വലിയ നികത്താനാവാത്ത നഷ്ടങ്ങളാണ്. ആകയാൽ അർഹമുർ റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബർസഖിയായ ജീവിതം ആനന്ദകരവും സന്തോഷകരമായി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് ആശയാശയങ്ങൾ പ്രവർത്തിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയിലൂടെ ആ സന്നദ്ധ ഭടന്മാരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തിലുള്ള എല്ലാ ആശംസകളും അനുസ്മരണ